അമേരിക്കയും ഇസ്രയേലും പോരു തുടരുമ്പോൾ മുട്ടുമടക്കില്ലെന്ന് ഉറപ്പിച്ച് പോരാട്ടം കടുപ്പിക്കുകയാണ് ഇറാൻ. ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധത്തിനപ്പുറം സ്വന്തം പരമാധികാരം ഊട്ടിയുറപ്പിക്കാൻ എല്ലാ തന്ത്രങ്ങളും ഇറാൻ പയറ്റുന്നുണ്ട്. ഏത് മിസൈൽ ഡോൺ ബോംബിനെയും പ്രതിരോധിക്കാൻ ഇറാൻ തയ്യാറായി നിൽക്കുകയാണ്. ട്രംപിന്റെ ഒരു അവകാശവാദങ്ങളും ലോകരാജ്യങ്ങൾ ചെവിക്കൊണ്ടിട്ടില്ലെന്നും ഇനിയുള്ള യുദ്ധം ഇറാന്റെ നിയന്ത്രണത്തിലാണെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ആഗോള എണ്ണ വിപണിയെ സംബന്ധിച്ച് നോക്കിയാൽ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം തന്നെ ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ചാണ് വ്യാപാര തന്ത്രങ്ങൾ മിനയുന്നത്. വിപണിയെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് യുദ്ധം കടുക്കുമ്പോൾ ചാവേർ ആക്രമണം കടലിടുക്കിൽ തുടരുകയാണ്. ഇറാന്റെ 6 ചാവേർ ബോട്ടുകൾ 6 എണ്ണക്കപ്പലുകളെ ആക്രമിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചാൽ ഇറാൻ തകരുമെന്ന ട്രംപിന്റെ വ്യാമോഹം വെറുതെയായിരുന്നു. ഇറാന്റെ മതഭരണകൂടവും സൈന്യവും ഇന്നും തകരാതെ നിൽക്കുന്നത് രാജ്യത്തിന്റെ കരുത്ത് തന്നെയാണ്. ഇറാന്റെ മുതിർന്ന നേതൃത്വത്തെ തങ്ങൾ ഇല്ലാതാക്കിയതായി അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട്. അത് വെറും അവകാശവാദമായി തന്നെ തുടരുകയാണ്. പൊരുതി ജയിക്കാനും ആക്രമണങ്ങൾ തുടരാനും ഇറാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇറാനെ ട്രംപിന് തകർക്കാനായിട്ടില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞയാഴ്ച ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നിരുന്നു. ഗൾഫ് മേഖലയെ ആക്രമിക്കുന്നതിനെതിരെ ട്രംപ് വാദമുയർത്തുകയും ചെയ്തു. എന്നാൽ ഇറാൻ വ്യക്തമാക്കുന്നത് ഗൾഫ് മേഖലയല്ല, പകരം അമേരിക്കൻ സൈനിക താവളങ്ങളെ മാത്രമേ സൈന്യം ലക്ഷ്യമിടുന്നുള്ളൂ എന്നാണ്. കുട്ടികളടക്കം 175 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് ഉത്തരവാദികൾ അമേരിക്കയാണെന്ന് പെന്റഗണിന്റെ പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ക്രൂരകൃത്യങ്ങളോ ആക്രമണങ്ങളോ UN ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇറാന്റെ തിരിച്ചടികൾ അമേരിക്കയെ സൈനികമായും സാമ്പത്തികമായും വേട്ടയാടുമ്പോൾ ലോകസമാധാനമെന്ന വാദമുയർത്തി ഇറാന് ലോകരാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്ന് വരുത്തി തീർക്കുകയാണ് ട്രംപ്. ആക്രമണം ആരംഭിച്ച വേളയിൽ അമേരിക്ക തകർത്തിട്ട കെട്ടിടങ്ങളും നാമാവശേഷമാക്കിയ നഗരങ്ങളും ഇന്നും നഷ്ടങ്ങളാണ്. അമേരിക്ക തുടങ്ങിവെച്ച യുദ്ധത്തിന് പിന്നാലെ ഗൾഫ് മേഖലയും വ്യാപാര മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങളും കഷ്ടതയിലാണ്. ഹോർമൂസ് കടലിടുക്ക് ആക്രമണ കേന്ദ്രമായതോടെ ഇന്ധന പ്രതിസന്ധിയും അവതാളത്തിലായി. വിദേശത്ത് നടക്കുന്ന യുദ്ധം കേരളത്തിനെ ഇപ്പോൾ ഇന്ധന പ്രതിസന്ധിയിലൂടെ വട്ടം കറക്കുകയാണ്. ഹോട്ടലുകളിലും വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ LPG സിലിണ്ടറുകൾ ഇല്ലാത്ത ഘട്ടത്തിനെ കേരളം അഭിമുഖീകരിക്കുകയാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ട്രംപ് തന്നെയാണ് യുദ്ധകാഹളം മുഴക്കിയത്. ഇറാനുമേൽ UN ചേർന്ന് കടുത്ത പ്രഹരമേൽപ്പിച്ചാലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ഇറാനുണ്ടെന്ന് ഈ നീണ്ട യുദ്ധം തെളിയിക്കുന്നുണ്ട്. ചെറുത്തുനിൽപ്പിനു വേണ്ടി ബുദ്ധിപരമായി നീങ്ങുന്ന ഇറാന്റെ തന്ത്രങ്ങൾ ഇസ്രയേലിനെയും അമ്പരിപ്പിക്കുകയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റഡാർ നിരീക്ഷണ കേന്ദ്രങ്ങളെ നിഷ്പ്രഭമാക്കാൻ ഇറാന്റെ സൈനിക നീക്കങ്ങൾക്ക് സാധിച്ചു. ഇറാന്റെ കരുത്തിനു മുന്നിൽ ഇസ്രായേലിന്റെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും പരാജയപ്പെടുന്നു എന്നതിന്റെ തെളിവാണിത്. ശത്രുവിന്റെ ഓരോ നീക്കവും കൃത്യമായി മുൻകൂട്ടി കണ്ട് തകർക്കാനുള്ള ഇറാന്റെ പ്രഹരശേഷിക്ക് മുൻപിൽ ഇസ്രായേലും അമേരിക്കയും മുട്ടുമടക്കി കഴിഞ്ഞു. ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ച് സമാധാന പാതയിലേക്ക് കടക്കുകയാണ് ഇനി ഇരു രാജ്യങ്ങൾക്കും ചെയ്യാനുള്ളൂ. ഇല്ലെങ്കിൽ ഓരോ ദിവസം പുലരുമ്പോൾ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ തകർക്കപ്പെടുകയും അമേരിക്ക നാശത്തിലേക്ക് നീങ്ങുകയും ചെയ്യും.